ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ തിയേറ്ററിലും അതുപോലെ OTT പ്ലാറ്റ്ഫോമിലും നിറഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ് അജയൻ്റെ രണ്ടാം മോഷണം അഥവാ ARM എന്ന മലയാള സിനിമ. മലയാളത്തിൽ മാത്രമല്ല, മറ്റ് സൗത്ത് ഇന്ത്യൻ ഭാഷകളിലൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രേക്ഷകരിൽ നല്ലൊരു അഭിപ്രായമാണ്. ഇതിലെ പാട്ടുകളൊക്കെ ഇപ്പോൾ ഹിറ്റാണ്. അപ്പോൾ ഞാൻ ഈ സിനിമ കണ്ടിരുന്നു. ഈ സിനിമ തുടങ്ങുമ്പോൾ മുത്തശ്ശി കൊച്ചുമകളുടെ ഒരു കഥ പറയുകയാണ്. അതിൻ്റെ മനോഹരമായ ദൃശ്യാവിഷ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് അതിനുശേഷമാണ് അജയൻസ് ഫസ്റ്റ് തെഫ്റ്റ് എന്ന് പറഞ്ഞ് ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന അജയൻ എന്ന കഥാപാത്രത്തിൻ്റെ തുടക്കം കാണിക്കുന്നത്. അതിൽ ആദ്യം അദ്ദേഹത്തിൻ്റെ വീട് കാണിക്കുന്നുണ്ട്. വീടിന് പുറത്തൊരു ആൻറ്റിന, അദ്ദേഹം ഒരു ഹാം റേഡിയോ ഓപ്പറേറ്ററാണ് സിനിമയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആൻറ്റിന കാണിക്കുന്നുണ്ട്. അവിടെ താണു വന്നതിന് ശേഷം റേഡിയൻ്റ് ഇലക്ട്രോണിക്സിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിനകത്ത് നടത്തുന്ന ആ സ്ഥാപനത്തിൻ്റെ ബോർഡ് കാണിക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് ട്രെയിലറിലൊക്കെ ചുമരിൽ VU2RJR അഥവാ ഒരു അമേച്ചർ ഹാം റേഡിയോ കോൾ സൈനാണ്, അതിങ്ങനെ ചുമരിൽ ഒട്ടിച്ച് കാണിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം CQ ദിസ് ഈസ് VU2 കോളിംഗ് ആൻഡ് സ്റ്റാൻഡിങ് ബൈ എന്നാണ് പിന്നീട് കാണിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്, ഈ VU2RJR എന്ന് പറയുന്ന കോൾ സൈനുള്ള വ്യക്തി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, കേരളത്തിലുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം CQ VU2 അത് കംപ്ലീറ്റ് അല്ല അവിടെ കോൾ സൈൻ. കാരണം VU2 എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പ്രിഫിക്സ് മാത്രമാണ്. പക്ഷേ ഓരോ വ്യക്തിക്കും യുണീക്കായിട്ടൊരു സഫിക്സ് കൂടി ഉണ്ടാവും. അപ്പോൾ അത് പക്ഷേ സിനിമയിൽ നമ്മൾ കാണുമ്പോൾ CQ VU2 പിന്നെ അത് കട്ടായി, പിന്നെ കോളിംഗ് ആൻഡ് സ്റ്റാൻഡിങ് ബൈ എന്നാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ചെറിയ വയർലെസ് ഉപകരണം, അതിലൂടെ അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹം കാല് വെച്ചാണ് ഇത് സംസാരിക്കുമ്പോൾ സ്വിച്ച് പ്രസ് ചെയ്യുന്നത്. കാരണം പ്രസ് ടു ടോക്ക് എന്നാണ്, നമ്മളിപ്പോൾ വയർലെസ് സംസാരിക്കുമ്പോൾ PTT എന്നാണ് പറയുന്നത്, പ്രസ് ടു ടോക്ക്. അപ്പോൾ പ്രസ് ടു ടോക്ക് നമ്മൾ സാധാരണ കയ്യിൽ ഹലോ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം കാല് കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം കാല് കൊണ്ട് ആൾ ഫുഡ് സ്വിച്ച് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ അജയൻ എന്ന് പറയുന്ന കഥാപാത്രം പറയുന്നുണ്ട്, ഇത് ചില്ലറ ഹോബിയൊന്നുമല്ല. മമ്മൂട്ടി, അമിതാഭ് ബച്ചൻ, കമലഹാസൻ, രാജീവ് ഗാന്ധി, അതിൽ രാജീവ് ഗാന്ധി ഒരു ഹാമായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്. അവരൊക്കെ മുന്നേ ഹാം റേഡിയോ ലൈസൻസ് ഹോൾഡേഴ്സ് ആയിരുന്നു. ഇപ്പോൾ അവരുടെ ലൈസൻസൊക്കെ ആക്റ്റീവ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ രാജീവ് ഗാന്ധിയൊക്കെ ഒരു നല്ലൊരു ഹാം റേഡിയോ ഓപ്പറേറ്റർ ആയിരുന്നു. അദ്ദേഹമായിട്ട് സംസാരിച്ച ആളുകളൊക്കെ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം അമേച്ചർ റേഡിയോയിൽ ഹാം റേഡിയോയിൽ ആക്റ്റീവ് ആയിരുന്നു. അതുമാത്രമല്ല, വേൾഡിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് വലിയ വലിയ ആളുകൾ, ഉദാഹരണത്തിനായിട്ട് ജോർദാൻ്റെ രാജാവ്, തായ്ലൻഡ് രാജാവ്, ഒരുപാട് ഹോളിവുഡ് നടന്മാർ, ആസ്ട്രോണറ്റ്സ്, അതുപോലെ സയൻറ്റിസ്റ്റുകൾ, നോബൽ സമ്മാനം കിട്ടിയ ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ അമേച്ചർ റേഡിയോ ഹോബി ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത് അജയൻ പറഞ്ഞ കാര്യം നമുക്ക് അംഗീകരിക്കാം. പിന്നെ അതിനുശേഷം കാണിക്കുന്നത് അദ്ദേഹം ഇതിലൂടെ സംസാരിക്കുന്നു. ഇതിലൂടെ സംസാരിക്കുമ്പം കാമുകി ഒരു 2-in-1 ടാപ്പ് റെക്കോർഡറിൽ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിൽ സിംഗിൾ സൈഡ് പ്രണയമല്ല, സിംഗിൾ സൈഡ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ടൊവിനോ പറയുന്നത് കാമുകി കേൾക്കുന്നുണ്ട്. പക്ഷേ കാമുകിക്ക് തിരിച്ചു പറയാൻ പറ്റില്ല, കാരണം കാമുകിക്ക് ഹാം റേഡിയോ ലൈസൻസ് ഇല്ല. അതിനുശേഷം അജയൻ്റെ കഥാപാത്രം പറയുന്നുണ്ട്, പ്രേമിക്കാൻ വേണ്ടി ഹാം റേഡിയോ ലൈസൻസ് എടുത്ത ലോകത്തെ ഒരേ ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ അതിനുശേഷം ഇത് കാമുകി അത് കേട്ടിരിക്കുന്ന രംഗങ്ങളൊക്കെ കാണിക്കുന്നു. അതിനുശേഷം പിന്നെ അദ്ദേഹം പിന്നെ ഹാം റേഡിയോ ഉപകരണം തിരിക്കുമ്പോൾ പോലീസിൻ്റെ വയർലെസ് സംവിധാനമാണ് കേൾക്കുന്നത്. പോലീസിൻ്റെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ അജയൻ്റെ അമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോൻ ഇതൊക്കെ കേട്ടാൽ നിൻ്റെ കമ്പനി പൂട്ടിക്കൂലേ, പോലീസുകാർ വന്നിട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ജോലി ചെയ്യുന്നുണ്ടോ നമുക്ക് അറിയണ്ടേന്നൊക്കെയാണ് അജയൻ റിപ്ലൈ ചെയ്യുന്നത്. പിന്നെ അജയനെ പോലീസ് പിടിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്തിനാണ് ഈ ഹാം റേഡിയോ ലൈസൻസ് എന്നൊക്കെ അജു വർഗീസിൻ്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഈ രംഗങ്ങൾ കാണിക്കുമ്പോൾ ഫസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മേലെ കാണിക്കുന്നത് ഒരു ആൻറ്റിനയാണ്. ആ ആൻറ്റിന ഏകദേശം രൂപം കണ്ടിട്ട് നമുക്കൊരു ഗ്രൗണ്ട് പ്ലെയിൻ ആൻറ്റിനയാണെന്ന് പറയാം. സാധാരണ VHF കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ഗ്രൗണ്ട് പ്ലെയിൻ ആൻറ്റിന യൂസ് ചെയ്യുന്നത്. അതിനോടൊരു സാമ്യമുണ്ട്. സാധാരണ ഗ്രൗണ്ട് പ്ലെയിൻ ആൻറ്റിന എന്ന് പറഞ്ഞാൽ 3 എലമെൻറ്റ് താഴെയും ഒരു സിംഗിൾ എലമെൻറ്റ് മേൽപോട്ട് പോകും. പക്ഷേ ഇതിലിങ്ങനെ 3 എലമെൻറ്റ് പോലെ താഴേക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ മേലോട്ടൊരു ബൾബാണ് കാണിക്കുന്നത്. എന്തിനാണ് ബൾബ് കത്തിച്ച് വെച്ചിരിക്കുന്നത് അറിയില്ല. കാരണം ഹാം റേഡിയോ ആൻറ്റിനയുടെ മേലെ ബൾബിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ ഒരു ഹാം റേഡിയോ ആൻറ്റിന 10, 15, 20 മീറ്റർ മാക്സിമം അത്രയേ ഹൈറ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ വലിയ ടവറൊക്കെ വെച്ച് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ ഈ ചെറിയൊരു ആൻറ്റിനയുടെ മേലെ ഒരു ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം വലിയ ടവറൊക്കെ ആണെങ്കിൽ ഒരു അലേർട്ടിന്, ഒരു ഹെലികോപ്റ്ററൊക്കെ പോകുമ്പോൾ ഒരു അലേർട്ടിന് വേണ്ടി നമുക്ക് ഒരു ലൈറ്റ് വെക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ വയർലെസ് സെറ്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാമുകി
ദൂരെ നിന്ന് ഇത് കാമുകിയുടെ വീട്ടിൽ നിന്ന് ഒരു റേഡിയോ കാസറ്റ് പ്ലെയറിൽ സാധാരണ ഷോർട്ട് വേവ് ബാൻഡിൽ പണ്ട് ഇന്ന് ആ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്ന മോഡൽ ആരും സംസാരിക്കുന്നില്ല. പണ്ട് കാലത്തൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അന്ന് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ സംസാരിക്കുമ്പോൾ നമുക്ക് സാധാരണ 2-in-1 റേഡിയോയിൽ കേൾക്കാൻ സാധിക്കുമായിരുന്നു. അതുപോലെ ആയിരിക്കും അജയൻ അങ്ങനെ സംസാരിച്ചിരിക്കുന്നത്. സിനിമയിൽ കാണിക്കുന്നത് VHFൻ്റെ ആൻറ്റിനയാണ്. പക്ഷേ കാമുകിക്ക് ഒരു 2-in-1 റേഡിയോ കാസറ്റ് പ്ലെയറിൽ അത് കേൾക്കണമെങ്കിൽ ഈ അജയൻ ഹൈ ഫ്രീക്വൻസിയുടെ ആൻറ്റിന വെച്ച് സംസാരിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വൈരുദ്ധ്യം അവിടെ സിനിമയിൽ കാണുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇദ്ദേഹം പോലീസിൻ്റെ വയർലെസ് സന്ദേശങ്ങൾ കേൾക്കുന്നതായും അമ്മ വരുന്നതായൊക്കെയാണ്. തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. കാരണം ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സിന് പോലീസിൻ്റെ വയർലെസ് സംവിധാനമൊന്നും കേൾക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം 144 to 146 MHz ആണ് ഹാം റേഡിയോ ഓപ്പറേഷന് വേണ്ടി VHFൽ അനുവദിച്ച ഫ്രീക്വൻസി. അതിന് താഴെയും മേലെയും ഒരുപാട് സ്പെക്ട്രം ഉണ്ട്. അതിലൊക്കെ പല കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അത് ഹാംസിന് നോക്കേണ്ട ആവശ്യമില്ല. ഹാംസിൻ്റെ കയ്യിൽ അതിനുള്ള സെറ്റൊന്നുമില്ല. അവരുടെ ബേസ് സ്റ്റേഷനൊക്കെ വരുന്നത് ഈ 144 to 146 MHz ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതിനുള്ള ആൻറ്റിന സംവിധാനങ്ങളാണ് ഈ ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിനെ കൊണ്ട് ഉണ്ടാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ കാണുന്ന ഒരു സാധാരണ ഹാം റേഡിയോയെ പറ്റി ഒന്നും അറിയാത്ത ഒരു സാധാരണക്കാരന് ഹാം റേഡിയോ എന്ന് പറഞ്ഞാൽ പ്രേമിക്കാൻ ലൈസൻസ് എടുക്കാൻ പറ്റിയ സംഭവമാണ്. ഈ ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സൊക്കെ പോലീസിൻ്റെ സന്ദേശമൊക്കെ കേൾക്കുന്ന ആൾക്കാരാണെന്നുള്ള ഒരു തെറ്റായ ധാരണ ഈ സാധാരണക്കാരുടെ ഇടയിലേക്ക് പ്രചരിക്കാം. അതുമാത്രമാണ് നമുക്കുള്ളൊരു പരാതി. പക്ഷേ സിനിമയുടെ തുടക്കത്തിൽ തന്നെ കൃത്യമായി എഴുതി കാണിക്കുന്നുണ്ട്, ഈ സിനിമ സാങ്കല്പികമാണ്, കഥാപാത്രങ്ങൾ സാങ്കല്പികമാണ്, അതുപോലെ പിന്നെ ഇതാരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇനി ആരെങ്കിലും ഭാവിയിൽ ഹാം റേഡിയോ ഒരു മാറ്ററായ ഒരു സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ കാണിക്കണം എന്നാണ് എൻ്റെ അല്ല ഞങ്ങളുടെ ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു അഭ്യർത്ഥന. സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അക്കൗണ്ട് പോലെ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല ഒരു അമേച്വർ റേഡിയോ ലൈസൻസ് എടുക്കുക, അല്ലെങ്കിൽ ഹാം റേഡിയോ ലൈസൻസ് എടുക്കുക എന്നുള്ളത്. ഇത് ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ WPCയുടെ അണ്ടറിൽ ഇഷ്യൂ ചെയ്യുന്ന ലൈസൻസാണ്. വയർലെസ് പ്ലാനിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന WPC അവർക്ക് മോണിറ്ററിംഗ് സ്റ്റേഷനുകളുണ്ട്. അവർക്ക് ഇവിടെ സൗത്ത് ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ മംഗലാപുരം, തിരുവനന്തപുരം, ചെന്നൈ, ബാംഗ്ലൂർ, അങ്ങനെ എല്ലാ മെട്രോ സിറ്റിയിലൊക്കെ അവർക്ക് വയർലെസ് മോണിറ്ററിംഗ് സ്റ്റേഷൻ ഉണ്ട്. നമുക്കീ പറയുന്നത് പോലെ ഹാം റേഡിയോ എടുത്താൽ അതിൽ പ്രേമിക്കാനൊന്നും പറ്റില്ല. കാരണം ഈ ഹാം റേഡിയോയിൽ ഇതുപോലെ ഫൈനാൻസ്, പൊളിറ്റിക്സ്, സെക്സ് ഇങ്ങനെയുള്ള വിഷയങ്ങളും സംസാരിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു ബിസിനസ് മൈൻഡായിട്ടുള്ള ഒരു കാര്യങ്ങളും അങ്ങനെയുള്ള ഒന്നും സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അവരവിടെ കേൾക്കാൻ സാധ്യതയുണ്ട്. ഈ മോണിറ്ററിംഗ് സ്റ്റേഷനിൽ അത് കേൾക്കാൻ സാധ്യതയുണ്ട്. അവർ നമ്മളുടെ ലൈസൻസ് കട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. ഈ WPCയുടെ അണ്ടറിൽ നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന ഈ ലൈസൻസ് വളരെ വിലപ്പെട്ടതാണ്. കാരണം സാധാരണ മൊബൈൽ കമ്പനികളൊക്കെ കോടികൾ കൊടുത്ത് ഫ്രീക്വൻസി സ്പെക്ട്രം വാങ്ങിക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടി തരുന്നത്. അത് നാടിന് നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സൊക്കെ ഈ ഹോബിയിൽ വന്നിരിക്കുന്നതും അവരുടെ ഉദ്ദേശവും നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഇതുപോലെ പ്രേമിക്കാനും പോലീസിൻ്റെ വയർലെസ് കേൾക്കാനും നല്ല ഈ ഹാം റേഡിയോ ലൈസൻസ് എടുത്തിരിക്കുന്നത്. അവർ നമ്മുടെ നാട്ടിൽ ദുരന്തങ്ങൾ വരുമ്പോൾ, ഉദാഹരണത്തിന് പ്രളയം, അതുപോലെ ഭൂമി കുലുക്കം, ഇതൊക്കെ വരുമ്പോൾ എല്ലാ കമ്മ്യൂണിക്കേഷൻ തകർന്നാലും മൊബൈൽ ടവറൊക്കെ പൊളിഞ്ഞ് വീണ് പവറൊക്കെ പോയി നാടൊക്കെ ഇരുട്ടിലായി മൊബൈൽ ചാർജൊക്കെ തീർന്ന് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലെങ്കിൽ അവിടെ എത്രയും പെട്ടെന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കാൻ കഴിവുള്ള ആളുകളാണ് ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സ്. ഇപ്പോൾ എല്ലാ പവർ സോഴ്സും തീർന്ന് ഒന്നുമില്ലെങ്കിലും ഒരു ആൻറ്റിനിയും അവിടെ എവിടെയെങ്കിലും വീണ് കിടക്കുന്ന ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു കാറിലെയോ ബാറ്ററി ഉപയോഗിച്ച് ഒരു ആൻറ്റിനിയും ഒരു ചെറിയ സെറ്റും ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും സന്ദേശങ്ങൾ അയക്കാൻ പറ്റുന്ന അത്രയും കഴിവ് ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ഗവൺമെൻറ് നമ്മുടെ സഹായം തേടാറുണ്ട്. ഇന്നത്തെ കാലത്ത് ഹാം റേഡിയോക്ക് എന്ത് പ്രശസ്തി, ഫേസ്ബുക്കില്ലേ, വാട്സപ്പില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആളുകൾ. പക്ഷേങ്കിൽ ഇന്നത്തെ കാലത്തും ഹാം റേഡിയോക്ക് പ്രശസ്തിയുണ്ട്. കാരണം ഇതൊക്കെ നിന്നാൽ നിങ്ങൾ ഇപ്പോൾ അടുത്ത് ISRO ചെയർമാൻ്റെ സ്പീച്ച് കേട്ടിട്ടുണ്ടല്ലോ. സ്പേസ് സ്റ്റേഷനിൽ പോലും ഇത്രയും ടെക്നോളജി വളർന്ന സമയത്ത് സ്പേസ് സ്റ്റേഷനിൽ പോലും അവർ ഹാം റേഡിയോ ഒരു ബാക്കപ്പായി വെച്ചിട്ടുണ്ട്. കാരണം എല്ലാ കമ്മ്യൂണിക്കേഷനിലും പോയാൽ ഇതേ ഒരു ഓപ്ഷനുള്ളൂ.
അതുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻസ് ഇപ്പോഴും ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സിനുണ്ട്. മാത്രമല്ല ഈ അജയൻ്റെ ആ സിനിമയിൽ കാണിക്കുന്ന പോലെ അജയൻ്റെ സെറ്റൊന്നുമല്ല, ഇന്നെല്ലാം മാറി, ടെക്നോളജിയൊക്കെ മാറി. ടെക്നോളജി മാറുന്നതിന് അനുസൃതമായി ഇപ്പോൾ ഹാം റേഡിയോ കമ്മ്യൂണിക്കേഷനും ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ രീതികളൊക്കെ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ എന്നുള്ള മെത്തേഡൊക്കെയാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലൊക്കെ ഒരുപാട് ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, പക്ഷേ വളരെ ചുരുക്കം മാത്രമല്ല. അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഈ ഹാം റേഡിയോ പറ്റിയോ ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. മാത്രമല്ല ഇത് യാതൊരു സാമ്പത്തിക ബെനിഫിറ്റും ഇല്ലാത്തൊരു ഹോബിയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പൈസ ചിലവാകുന്നല്ലാതെ നമുക്ക് ഇതിൽ നിന്നൊരു സാമ്പത്തിക ബെനിഫിറ്റും വരില്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള ഫൈനാൻഷ്യൽ മോട്ടീവായിട്ടുള്ള ആൾക്കാർ ഈ ഹോബിയിൽ സാധാരണ വരാറില്ല. ഇതൊരു ജസ്റ്റ് ഒരു മെൻ്റൽ റിലാക്സ്, ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ആളുകൾ ഈ ഹോബിയെ കാണുന്നത്. മാത്രമല്ല ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ നമുക്ക് ഗവൺമെൻറ്റിനെ സഹായിക്കാനും ഒക്കെയുള്ള ഒരു ഹോബിയും കൂടിയാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഹോബിയെ ഈ സിനിമയിലൂടെ ഇങ്ങനെ ഒരു രീതിയിൽ കാണിച്ചതിൻ്റെ പരിഭവം കേരളത്തിലല്ല, ഇപ്പം ഇനിയിപ്പോൾ സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ഈ സിനിമ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സിനും എല്ലാം ഇങ്ങനെയുള്ളൊരു പരിഭവമുണ്ട്. ഇതിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തൊക്കെ ഇത് കാണുകയാണെങ്കിൽ, നാളെ ഇനിയൊരു ഇതുപോലൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ ഈ ഹാം റേഡിയോയുടെ നല്ല വശങ്ങളെ കാണിച്ച് ഒരു സിനിമ കൂടി ചെയ്യണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. പ്രത്യേകിച്ചൊന്നുമില്ല. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ബൈ.